മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഡോറയും ബുജിയും ഇഷ്ടമാണ്? എന്നാൽ ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഡോറയും ബുജിയും. ഡോറയുടെ ബൈബിളിലൂടെ ഒരു പ്രയാണം. ഹായ് കൂട്ടുകാരെ, ഞാനാണ് ഡോറ. ഹേ കൂട്ടുകാരെ, എൻ്റെ പേരാണ് ബുജി. ഡോറ നിങ്ങൾക്ക് ഇഷ്ടമാണോ കൂട്ടുകാരെ? അതെ അതെ ഇഷ്ടമാണ്. ഡോറ ഡോറ ഡോറയുടെ പ്രയാണം പ്രയാണം ബൈബിളിലൂടെയുള്ളൊരു പ്രയാണം പ്രയാണം. ഡോറ ഡോറ ഡോറയുടെ പ്രയാണം പ്രയാണം ബൈബിളിലൂടെയുള്ളൊരു പ്രയാണം പ്രയാണം. സൺഡേ സ്കൂളിൽ നിങ്ങളും വരണം വരണം. ഡോറ, നമ്മളെങ്ങോട്ടേക്ക് പോകുന്നേ? ഇന്ന് നമ്മൾ പോകുന്നത് നായ്മാനെ സൗഖ്യം കാണാൻ. നായ്മാനെ സൗഖ്യം കാണാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ? അതിന് നിങ്ങളെ കൊണ്ട് കഴിയൂ. നായ്മാനെ സൗഖ്യം കാണാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ? വരൂ കൂട്ടുകാരെ, ഒന്നിച്ചു നമുക്ക് പോകാം. ഒന്നിച്ചു നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക്. നമ്മളെങ്ങനെ പോകുന്നേ? നായ്മാനെ സൗഖ്യം കാണാൻ. നമ്മളെങ്ങനെ പോകുന്നേ? നായ്മാനെ സൗഖ്യം കാണാൻ. എന്നാ ബുജി? അയ്യോ ഡോറ, ഈ നായ്മാനെ സൗഖ്യം നടക്കാൻ നമ്മയോ? അവിടേക്ക് പോകാൻ നമുക്ക് വഴി അറിയത്തില്ലല്ലോ. അത് ശരിയാണല്ലോ ബുജി. സാധാരണ വഴി അറിയാത്തപ്പോൾ നമ്മൾ ആരോടാണ് ചോദിക്കാറുള്ളത്? ബൈബിളിനോട് ചോദിക്കാം. അതെ, ബൈബിളിനോട് തന്നെ. ബൈബിളിനെ ഒന്ന് വിളിച്ച് നായ്മാനെ സൗഖ്യം കാണുക പോകുന്ന വഴി ഒന്ന് ചോദിച്ചു പറയാമോ? ആദ്യം നിങ്ങൾ എല്ലാവരും എന്ത് പറയണേ? ബൈബിൾ ബൈബിൾ ആർക്ക് പറയും? ബൈബിൾ. നിങ്ങൾ പോകും സ്ഥലം എവിടെന്ന് കണ്ട് പറയും ഞാനാണ് ബൈബിൾ, ഞാനാണ് ബൈബിൾ. സ്നേഹിതർക്ക് കൈനീട്ടി പാപത്തിന്റെ പാതയിൽ പോയിടാതെ വഴി പറയും സുഹൃത്ത് ഞാനാണ് ബൈബിൾ, ഞാനാണ് ബൈബിൾ. ഞാൻ ആരാണ്? നീയാണ് ബൈബിൾ. ഞാൻ ആരാണ്? നീയാണ് ബൈബിൾ. ഹലോ ഡോറ, ഹലോ ബുജി. ഹലോ ബൈബിൾ. നായ്മാനെ സൗഖ്യം കാണുക പോവാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അതെ ബൈബിൾ, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഞാനാണ് ബൈബിൾ. ഡോറയും ബുജിയും നയമാന്റെ സൗഖ്യം കാണുവാൻ പോകുവാനുള്ള വഴി ഏതെന്നറിയാൻ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എനിക്ക് ആ വഴി അറിയാം. അതിന് ആദ്യം നിങ്ങൾ അരാം രാജ്യത്തിൽ ചെല്ലണം. അതിനുശേഷം നിങ്ങൾ ശമരിയയിലെ എലീശ പ്രവാചകനെ കാണണം. അതിനുശേഷം യോർദാനിൽ ചെല്ലണം. അങ്ങനെ പോയാൽ നയമാന്റെ സൗഖ്യം നമുക്ക് കാണാം. നന്നായിട്ട് ഓർത്തിരുന്നോളൂ. ആദ്യം അരാം രാജ്യം, പിന്നീട് ശമരിയയിലെ പ്രവാചകൻ, അവസാനം യോർദാൻ. ഉടനെ ഡോറയുടെ അടുത്ത് പോയി പറയൂ. ആദ്യം അരാം രാജ്യം, പിന്നെ ശമരിയിലെ പ്രവാചകൻ, അവസാനം യോർദാൻ. നമ്മളെങ്ങനെ പോകുന്നേ? ആദ്യം നമ്മൾ നേരെ പോയി അരാം രാജ്യം ചെല്ലണം. അതിനുശേഷം ശമരിയിലെ പ്രവാചകനായ എലീശയെ കാണണം. അങ്ങനെ പോയാൽ യോർദാനിൽ ചെല്ലാം. വരൂ കൂട്ടുകാരെ, ഒന്നിച്ചു നമുക്ക് പോകാം. ഒന്നിച്ചു നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക്. നമ്മളെങ്ങനെ പോകുന്നേ?
ഞങ്ങളുടെ ഈശോ പറഞ്ഞത് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങണമെന്നല്ലേ? അതാ അങ്ങോട്ട് നോക്കി പൂച്ചി. നയമാൻ ഈഴാമ്പട്ടം കൂടി മുങ്ങുന്നു. എന്തൊരു അത്ഭുതം! നയമാന്റെ സുഖം എല്ലാം മാറി. ശരിയാണ്, മാറി. മുങ്ങിപ്പൊങ്ങി 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 നയമാൻ 1 2 3 4 5 6 വട്ടം. മുങ്ങിപ്പൊങ്ങി 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 നയമാൻ 1 2 3 4 5 6 വട്ടം. കുഷ്ഠമൊന്നും മാറിയില്ല, അയരോഗഭേദമായില്ല. കുഷ്ഠമൊന്നും മാറിയില്ല, അയരോഗഭേദമായില്ല. പാവനയമാൻ പാവനയമാൻ പാവത്തിൻ കണ്ണു നിറഞ്ഞു. പാവനയമാൻ പാവനയമാൻ പാവത്തിൻ കണ്ണു നിറഞ്ഞു. തിരികെ പോകാം നയമാൻ ആരുടെ ഗുരു കാലി പിടിച്ചു ദാസൻ. തിരികെ പോകാം നയമാൻ ആരുടെ ഗുരു കാലി പിടിച്ചു ദാസൻ. 7 വട്ടം മുങ്ങിയവർ അവരെല്ലാം സുന്ദരനെ. 7 വട്ടം മുങ്ങിയവർ അവരെല്ലാം സുന്ദരനെ. പാവനയമാൻ പാവനയമാൻ പാവത്തിൻ കണ്ണു നിറഞ്ഞു. പാവനയമാൻ പാവനയമാൻ പാവത്തിൻ കണ്ണു നിറഞ്ഞു. ഞങ്ങൾ ജയിച്ചു. നിങ്ങൾക്കിതിൽ ഏത് ഭാഗമാണ് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് നയമാൻ യോർദാനിൽ മുങ്ങിയതാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ട ഭാഗം യേശുപ്രവാചകനെ കണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം നയമാൻ സൗഖ്യമായതാണ്. അങ്ങനെ ഡോറയുടെയും ബുജിയുടെയും ബൈബിളിലൂടെയുള്ള ഒരു പ്രയാണം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു.